ഹായ് എവരി വൺ, എല്ലാവർക്കും iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. NTA UGC നെറ്റ് പേപ്പർ 2 മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായ യൂണിറ്റ് 7 കൺസ്യൂമർ ആൻഡ് ഇൻഡസ്ട്രിയൽ ബൈയിങ് ബിഹേവിയറിലെ റീറ്റെയിൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്, ഈ രണ്ട് ടോപ്പിക്കുകളുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി എന്താണ് റീറ്റെയിൽ മാർക്കറ്റിംഗ് എന്ന് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് റീറ്റെയിൽ? നമ്മൾ ഓൾറെഡി മാർക്കറ്റിംഗ് ചാനൽസ് പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. ആരാണ് റീറ്റെയിലർ, ഹോൾസെയിലർ ആരാണ് എന്നൊക്കെ. അപ്പോൾ എന്താണ് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ? റീറ്റെയിൽ ഇസ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ബിസിനസ്സസ് ടു ആൻ എൻഡ് യൂസർ കോൾഡ് കസ്റ്റമർ. അപ്പോൾ ഒരു എൻഡ് യൂസറിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കുന്നതിനെയാണ് നമ്മളൊരു റീറ്റെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ദേ ആർ ദ മിഡിൽ മാൻ ഹു പ്രൊക്യൂർ ഗുഡ്സ് ഫ്രം ഹോൾസെയിലേഴ്സ് ആൻഡ് സെൽ ദ പ്രോഡക്റ്റ് ടു ദ എൻഡ് യൂസർ. അപ്പോൾ അതാണ് റീറ്റെയിലർ അല്ലെങ്കിൽ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് റീറ്റെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? റീറ്റെയിൽ മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് റീറ്റെയിലേഴ്സ് പ്രൊമോട്ട് അവയർനെസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എഫേർട്ട് ടു ജനറേറ്റ് സെയിൽസ് ഫ്രം ദർ കൺസ്യൂമേഴ്സ്. അപ്പോൾ റീറ്റെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റീറ്റെയിലർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, അല്ലേ, അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ ഗുഡ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും പ്രോസസ്സുമാണ്, അല്ലേ? അതിനെയാണ് റീറ്റെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് ജനറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് റീറ്റെയിൽ മാർക്കറ്റിംഗ്. ആൻഡ് ദർ ആർ മെനി ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആൻഡ് സ്ട്രാറ്റജീസ് റീറ്റെയിലേഴ്സ് ക്യാൻ യൂസ് ടു മാർക്കറ്റ് ദർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇവിടെ റീറ്റെയിലേഴ്സ് പല സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പല അപ്രോച്ചസ് ഒക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? അവരുടെ പ്രോഡക്റ്റിന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ദേ ഓൾസോ പ്രൊവൈഡ് വേരിയസ് സെയിൽസ് സർവീസസ്, അല്ലേ? ആഫ്റ്റർ സെയിൽ സർവീസസ് ഒക്കെ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് റീറ്റെയിൽ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റീറ്റെയിൽ മാർക്കറ്റിംഗ് മിക്സ്. നമ്മൾ ഓൾറെഡി മാർക്കറ്റിംഗ് മിക്സിൻ്റെ എലമെൻറ്റ്സ് പഠിച്ചതാണ്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് റീറ്റെയിൽ മാർക്കറ്റിംഗ് മിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ്, അല്ലേ? സോ ഇൻ ദ കേസ് ഓഫ് റീറ്റെയിലറിനെ സംബന്ധിച്ചിടത്തോളം ദർ ആർ two primary type of merchandise. That means hard goods or soft goods. അപ്പോൾ റീറ്റെയിലറുടെ പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് മെയിൻലി വരാവുന്നത്. അതായത് ഹാർഡ് ഗുഡ്സും അതുപോലെ തന്നെ സോഫ്റ്റ് ഗുഡ്സും. ഹാർഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ്, സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. അതുപോലെ തന്നെ സോഫ്റ്റ് ഗുഡ്സ് വരാം, ലൈക്ക് ക്ലോത്തിങ്സ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, കോസ്മെറ്റിക്സ്, പേപ്പർ പ്രോഡക്റ്റ്. ഇതൊക്കെ എന്താണ്? സോഫ്റ്റ് ഗുഡ്സിൽ പെടുത്താവുന്നതാണ്. ആൻഡ് സം റീറ്റെയിലേഴ്സ് ക്യാരി എ റേഞ്ച് ഓഫ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് ഐറ്റംസ്. അപ്പോൾ ചില റീറ്റെയിലേഴ്സ് സ്പെസിഫിക് ആയിട്ട് ഹാർഡ് ഐറ്റംസ് മാത്രം എന്ത് ചെയ്യുന്നുണ്ടാവാം, അവർ സെയിൽസ് നടത്തുന്നുണ്ടാവാം. അതുപോലെ തന്നെ ചില റീറ്റെയിലേഴ്സ് സോഫ്റ്റ് ഗുഡ്സ് മാത്രം എന്ത് ചെയ്യുന്നുണ്ടാവാം, സെയിൽസ് നടത്തുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, അവർ റേഞ്ച് ഓഫ് ഹാർഡും അതുപോലെ തന്നെ സോഫ്റ്റ് ഐറ്റംസും, അതായത് സൂപ്പർ മാർക്കറ്റൊക്കെ അവിടെ ഹാർഡ് ഐറ്റംസും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ഐറ്റംസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ പ്രോഡക്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് എലമെന്റ് ഈസ് പ്രൈസ്. അടുത്ത മാർക്കറ്റിംഗ് മിക്സ് എലമെന്റ് ആണ് പ്രൈസ്. സോ പ്രൈസിംഗ് ഈസ് എ കീ എലമെന്റ് ടു എനി റീറ്റെയിൽ സ്ട്രാറ്റജി. അപ്പോൾ റീറ്റെയിൽ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ മാർക്കറ്റിംഗ് മിക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എലമെന്റ് ആണ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ റീറ്റെയിൽ പ്രൈസ് നീഡ്സ് ടു കവർ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആസ് വെൽ ആസ് അഡീഷണൽ ഓവർ ഹെഡ് കോസ്റ്റ്. അപ്പോൾ എപ്പോഴും റീറ്റെയിൽ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഓവർ ഹെഡ് കോസ്റ്റുകളും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റീറ്റെയിൽ പ്രൈസ് എപ്പോഴും ഫിക്സ് ചെയ്യേണ്ടത്. ആൻഡ് ദർ ആർ 4 പ്രൈമറി പ്രൈസിംഗ് സ്ട്രാറ്റജി യൂസ്ഡ് ബൈ റീറ്റെയിലേഴ്സ്. അപ്പോൾ റീറ്റെയിലേഴ്സ് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന പ്രൈമറി പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ എവറി ഡേ ലോ പ്രൈസിംഗ് ആണ്. എന്താണ് എവറി ഡേ ലോ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് മീൻസ് ദിസ് കൈൻഡ് ഓഫ് റീറ്റെയിലേഴ്സ് ആർ ഓപ്പറേറ്റ് ഇൻ തിൻ മാർജിൻ and attract customers interested in the lowest possible price. അപ്പോൾ ഇവിടെ എന്താണ്, അതായത് ഒരു ഡിസ്കൗണ്ടിനൊക്കെ എന്ത് ചെയ്യുകയാണ്, എല്ലാ ദിവസവും ഡെയിലി എല്ലാ ദിവസവും എന്താണ് പ്രൈസ് കുറച്ചിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. അതാണ് എവറി ഡേ ലോ പ്രൈസിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാൾമാർട്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് എന്താ എവറി ഡേ ലോ പ്രൈസിംഗ്. ദാറ്റ് മീൻസ് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നു. ദെൻ ഹൈ ഓർ ലോ പ്രൈസിംഗ്. So the retailers start with high price and later reduce the price when the item's popularity fades. അതായത് ആദ്യം എന്ത് ചെയ്യും, റീറ്റെയിലർ ഒരു ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് പ്രോഡക്റ്റ് വളരെ പോപ്പുലർ ആയിരിക്കും. ആൻഡ് അതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിൻ്റെ പോപ്പുലാരിറ്റി കുറയുന്നതിനനുസരിച്ച് പ്രൈസ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്,
റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഹൈ ഓർ ലോ പ്രൈസിങ്ങിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോമ്പറ്റേറ്റീവ് പ്രൈസിങ്. ഇവിടെ എങ്ങനെയാണ് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? പ്രൈസസ് ബേസ്ഡ് ഓൺ ദ പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ റീറ്റെയിലേഴ്സ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അവരുടെ അതേ ബിസിനസ് ചെയ്യുന്ന അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, അവരുടെ പ്രൈസ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുകയാണ്, പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങിൽ ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം സൈക്കോളജിക്കൽ പ്രൈസിങ്. സൈക്കോളജിക്കൽ പ്രൈസിങ്ങിൽ എങ്ങനെയാണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? That means the retailers set the price of an item with odd numbers that consumers perceive as being lower than they actually are. അതായത് ഇവിടെ എന്താണ്, ഒരു സൈക്കോളജിക്കലി ഉള്ള ഒരു അപ്രോച്ചാണ്. അതായത് ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് ഒരു ₹99 അല്ലെങ്കിൽ ₹199 എന്നൊക്കെയുള്ള രീതിയിൽ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, കൺസ്യൂമേഴ്സിന് സൈക്കോളജിക്കലി എന്ത് ഫീൽ ചെയ്യും, ഈ ഒരു പ്രൈസ് കുറവാണ് എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് എന്താ ഡിഫറെൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ്, റീറ്റെയിലർക്ക് യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ റീറ്റെയിലർ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഇത്രയുമാണ്. ദെൻ അടുത്ത മാർക്കറ്റിംഗ് മിക്സ് എലമെൻ്റ് ആണ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിലർ മാർക്കറ്റിംഗ് മിക്സിൽ പ്ലേസ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ പ്ലേസ് മീൻസ് ഇറ്റ്സ് ദ വേർ ദ റീറ്റെയിലർ കണ്ടക്ട് ബിസിനസ് വിത്ത് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അതായത് എവിടെയാണോ ഈ റീറ്റെയിലർ അല്ലെ കസ്റ്റമേഴ്സിന് വേണ്ടി ബിസിനസ് ചെയ്യുന്ന സ്ഥലം, അതാണ് പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ പ്ലേസ് എന്ന് പറയുന്നത് ഫിസിക്കൽ റീറ്റെയിൽ ലൊക്കേഷൻ ആവാം, അതുപോലെ തന്നെ നോൺ ഫിസിക്കൽ ഫേസ് ആവാം അല്ലേ. അതായത് നമുക്ക് ഈ സ്റ്റോർ അല്ലെങ്കിൽ കാറ്റലോഗ് കമ്പനീസ് ഒക്കെ. അപ്പോൾ ഫിസിക്കലി ഉള്ള റീറ്റെയിൽ സ്റ്റോഴ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ നോൺ ഫിസിക്കലി അതായത് ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യുന്നുണ്ടാവാം, റീറ്റെയിലേഴ്സ് ബിസിനസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലേസ്. നെക്സ്റ്റ് ഈസ് പ്രൊമോഷൻ. പ്രൊമോഷൻ ഇസ് ദ ഫൈനൽ മാർക്കറ്റിംഗ് മിക്സ് എലമെന്റ്. അപ്പോൾ ഇതാണ് ഫൈനൽ മാർക്കറ്റിംഗ് മിക്സ് എലമെന്റ്. പ്രൊമോഷൻ ഇൻക്ലൂഡ് പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസിംഗ്, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്ട് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് റീറ്റെയിലർ യൂസ് ചെയ്യുന്നതിന് പേഴ്സണൽ സെല്ലിംഗ്, അതുപോലെ തന്നെ അഡ്വർടൈസിംഗ് യൂസ് ചെയ്യും, അതുപോലെ പല സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകൾ, ഡയറക്ട് മാർക്കറ്റിംഗ്, പബ്ലിസിറ്റി, ഇതെല്ലാം എന്താണ് പ്രൊമോഷനിൽ വരുന്ന എലമെന്റ്സ് ആണ്. സോ ഇത്രയുമാണ് റീറ്റെയിൽ മാർക്കറ്റിംഗ് മിക്സ്. അടുത്തത് ടൈപ്സ് ഓഫ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. എ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഇസ് എ സെറ്റപ്പ് വിച്ച് ഓഫേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ടു ദ എൻഡ് യൂസേഴ്സ് അണ്ടർ വൺ റൂഫ്. അപ്പോൾ ഒരു വൺ റൂഫിനുള്ളിൽ എന്താണ് ഒരു കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും അല്ലെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റീറ്റെയിൽ സ്റ്റോറാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറയുന്നത്. സോ ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ കൺസ്യൂമേഴ്സ് ക്യാൻ ഗെറ്റ് ഓൾമോസ്റ്റ് ഓൾ ദ പ്രോഡക്ട്സ് ദേ ആസ്പയർ ടു ഷോപ്പ് അറ്റ് വൺ പ്ലേസ് ഓൺലി. അപ്പോൾ ഇവിടെ ഒരു കൺസ്യൂമറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും അല്ലെ ഫുഡ് ഐറ്റംസ് മുതൽ അവർക്ക് ക്ലോത്തിങ്സ് എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് തന്നെ അല്ലെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അവൈലബിൾ ആക്കുന്ന രീതിയിലുള്ള സ്റ്റോറാണ് എന്ത് ഒരു പ്ലേസിൽ മാത്രം പോയാൽ മതി അല്ലെ. അങ്ങനെയുള്ള സ്റ്റോഴ്സുകളാണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബിഗ് ബസാറൊക്കെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ആണ് നമുക്ക് പറയാം. അതാണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. സെക്കൻഡ് വൺ ഈസ് ഡിസ്കൗണ്ട് സ്റ്റോർ. Discount stores also offer a huge range of product to the end users but at a discounted rate. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിസ്കൗണ്ട് സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് യൂസേഴ്സിന് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ അല്ലെ ഒരു കുറഞ്ഞ പൈസയ്ക്ക് എന്ത് ചെയ്യുന്ന ഒരു ഹ്യൂജ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് ഡിസ്കൗണ്ട് സ്റ്റോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ ക്വാളിറ്റി ഇൻ സർട്ടൻ കേസസ് മൈറ്റ് ബി ലിറ്റിൽ ഇൻഫീരിയർ ആസ് കമ്പയർഡ് ടു ദ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. അപ്പോൾ ഇവിടെ ക്വാളിറ്റി ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലേ. അതായത് എന്താവാം, ചിലപ്പോൾ ഇൻഫീരിയർ ആവാം അല്ലേ കമ്പയർ ടു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കില്ല ഡിസ്കൗണ്ട് സ്റ്റോഴ്സിൽ അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ട് സ്റ്റോഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് സൂപ്പർ മാർക്കറ്റ്. A retail store which generally sells food, product and household items properly placed and arranged in specific department is called a supermarket. എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു റീറ്റെയിൽ സ്റ്റോറാണ്. അവിടെ ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ പ്രോപ്പറായിട്ട് പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് പ്രോപ്പറായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റീറ്റെയിൽ സ്റ്റോറാണ് എന്ത് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എ സൂപ്പർ മാർക്കറ്റ് ഇസ് എൻ അഡ്വാൻസ്ഡ് ഫോം ഓഫ് സ്മോൾ ഗ്രോസറി സ്റ്റോഴ്സ് ആൻഡ് കാറ്റേഴ്സ് ടു ദ ഹൗസ് ഹോൾഡ് നീഡ്സ് ഓഫ് ദ കൺസ്യൂമർ. അല്ലെ നമ്മുടെ സാധാരണ ഗ്രോസറി സ്റ്റോറുകളുടെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ എല്ലാം പ്രോപ്പറായി അറേഞ്ച് ചെയ്ത് പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് അല്ലെ. സോ ഇറ്റ് കാറ്റേഴ്സ് ദ ഹൗസ് ഹോൾഡ് നീഡ്സ് ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ ഇതാണ് സൂപ്പർ മാർക്കറ്റ്. Next one is warehouse stores.
A retail format which sells limited stock in bulk at a discounted rate is called as warehouse stores. അപ്പോൾ എന്താണ് warehouse stores എന്ന് പറഞ്ഞാൽ? അവിടെ ബൾക്ക് ക്വാണ്ടിറ്റീസിലായിരിക്കും അല്ലേ, സ്റ്റോക്കുകളുടെ ബൾക്ക് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ആ ക്വാണ്ടിറ്റീസ് തന്നെ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ എന്ത് ചെയ്യും, ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അതായത് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഒന്നും അവൈലബിൾ ആയിരിക്കും. ലിമിറ്റഡ് സ്റ്റോക്ക് ബൾക്ക് ക്വാണ്ടിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോഴ്സ് ആണ് വെയർഹൗസ് സ്റ്റോർ എന്ന് പറയുന്നത്. ആൻഡ് വെയർഹൗസ് സ്റ്റോഴ്സ് ഡു നോട്ട് ബോദർ മച്ച് അബൌട്ട് ദ ഇന്റീരിയേഴ്സ് ഓഫ് ദ സ്റ്റോർ ആൻഡ് പ്രോഡക്ട്സ് ആർ നോട്ട് പ്രോപ്പർലി ഡിസ്പ്ലേഡ്. അല്ലെ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ പോലെയൊന്നും എന്താണ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഇന്റീരിയേഴ്സ് ഒന്നും അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേക്കൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അവിടെ ബൾക്കായിട്ട് പാക്ക് ചെയ്ത് വെച്ച രീതിയിലായിരിക്കും പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ ഡിസ്കൗണ്ടഡ് റേറ്റിൽ ആയിരിക്കും പ്രോഡക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് വെയർഹൗസ് സ്റ്റോഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് മോം ആൻഡ് പോപ്പ് സ്റ്റോർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കിരാന സ്റ്റോഴ്സ് ഇൻ ഇന്ത്യ. മോം ആൻഡ് പോപ്പ് സ്റ്റോഴ്സിനെ നോർമലി കിരാന സ്റ്റോഴ്സ് എന്നാണ് ഇന്ത്യയിൽ പറയുന്നത്. എന്താണ് മോം ആൻഡ് പോപ്പ് സ്റ്റോർ നോക്കാം. മോം ആൻഡ് പോപ്പ് സ്റ്റോഴ്സ് ആർ ദ സ്മോൾ സ്റ്റോഴ്സ് റൺ ബൈ ഇൻഡിവിജ്വൽസ് ഇൻ ദ നിയർ ബൈ ലൊക്കാലിറ്റി ടു കാറ്റർ ടു ഡെയിലി നീഡ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ് സ്റ്റേയിങ് ഇൻ ദ വിസിനിറ്റി. ഓക്കെ, അപ്പം മോം ആൻഡ് പോപ്പ് സ്റ്റോർ അല്ലെങ്കിൽ കിരാന സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം നമ്മളെ ലൊക്കാലിറ്റിയിലൊക്കെ അവിടെ തന്നെയുള്ള ആളുകൾ അല്ലേ, ചില ഇൻഡിവിജ്വൽസ് നടത്തുന്ന ചെറിയ ഷോപ്പ്, അതായത് ഡെയിലി നീഡ്സിന് അല്ലേ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് അതിനടുത്ത് തന്നെ, വിസിനിറ്റി മീൻസ് സ്റ്റേയിങ് ഇൻ ദ വിസിനിറ്റി മീൻസ് നിയർ ബൈ ഏരിയാസിൽ സ്റ്റേ ചെയ്യുന്ന കൺസ്യൂമേഴ്സിന്റെ ഡെയിലി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കടകളാണ് കിരാന സ്റ്റോഴ്സ് അല്ലെങ്കിൽ മോം ആൻഡ് പോപ്പ് സ്റ്റോർ എന്ന് പറയുന്നത്. ആൻഡ് ദേ ഓഫർ സെലക്ടഡ് ഐറ്റംസ് ആൻഡ് ആർ നോട്ട് അറ്റ് ഓൾ ഓർഗനൈസ്ഡ്. അപ്പോൾ എന്താണ് വെച്ചാൽ സെലക്ടഡ് ഐറ്റംസ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, സെയിൽസ് നടത്തുന്നത്. അതുപോലെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോഴ്സ് ഒന്നും ആയിരിക്കില്ല ഈ കിരാന സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റോറുകൾ അല്ലെങ്കിൽ ഓരോ ലൊക്കാലിറ്റിയിലെ ആളുകൾ നടത്തുന്ന ചെറിയ സ്റ്റോഴ്സിനെയാണ് എന്താ പറയുന്നത്, മോം ആൻഡ് പോപ്പ് സ്റ്റോർ അല്ലെങ്കിൽ കിരാന സ്റ്റോർ എന്ന് പറയുന്നത്. Next one is specialty stores. As the name suggests, specialty store would specialize in particular product and would not sell anything else apart from the specific range. അപ്പോൾ എന്താണ് സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പേര് കാണിക്കുന്നത് പോലെ തന്നെ സ്പെഷ്യാലിറ്റി സ്റ്റോർ എന്ന് പറയുന്നത് അവരൊരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് പ്രോഡക്റ്റുകൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, സെയിൽസ് നടത്തുന്നത്. ഓക്കെ, അതിന് ഒഴികെ മറ്റുള്ള യാതൊരു പ്രോഡക്റ്റും അവരെന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവരുടെ ഔട്ട്ലെറ്റുകളിൽ സെയിൽസ് നടത്തുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സ്റ്റോഴ്സുകളാണ് സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. So, specialty stores sell only selective item of one particular brand to the consumers and primarily focus on high customer satisfaction. അപ്പോൾ ഈ സ്റ്റോറുകളിൽ എന്താണ് അവർ സെയിൽസ് നടത്തുന്നത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റ് മാത്രം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പ്രോഡക്റ്റ് മാത്രമായിരിക്കും. അപ്പോൾ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് ക്രൈ അല്ലേ, അതായത് ചിൽഡ്രൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്നത്. ആ കടകളിൽ എന്താണ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, ചിൽഡ്രൻസിൻ്റെ ഡ്രസ് ഐറ്റംസ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ബാറ്റ ഒരു സ്പെഷ്യാലിറ്റി സ്റ്റോർ ആണെന്ന് പറയാം അല്ലേ, അവിടെ ചപ്പൽസ് മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കടകളാണ് സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മാൾസ്. എന്താണ് മാൾസ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾസ്? എല്ലാവർക്കും പരിചിതമാണ്. മെനി റീറ്റെയിൽ സ്റ്റോഴ്സ് ഓപ്പറേറ്റിംഗ് അറ്റ് വൺ പ്ലേസ് ഫോം എ മാൾ അല്ലേ. ഒരു മാളിൽ പല റീറ്റെയിൽ സ്റ്റോഴ്സ് അല്ലേ, അവിടെ ആ ഒരു മാളിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, പല റീറ്റെയിൽ സ്റ്റോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് മാൾ എന്ന് പറയുന്നത്. ആൻഡ് എ മാൾ വുഡ് കൺസിസ്റ്റ് ഓഫ് സെവറൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഈച്ച് സെല്ലിംഗ് ദർ ഓൺ മെർക്കൻഡൈസ് ബട്ട് അറ്റ് എ കോമൺ പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ മാളിൻ്റെ ഉള്ളിൽ പല റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും അല്ലേ, ഓരോന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അവർ അവരുടേതായ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നു, പക്ഷേ ഒരു കോമൺ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു കോമൺ പ്ലേസിലാണെന്ന് മാത്രം. അതാണ് മാൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇ ടൈലേഴ്സ്. എന്താണ് ഇ ടൈലേഴ്സ് എന്ന് പറഞ്ഞാൽ? Nowadays, the customers have the option of shopping while sitting at their homes അല്ലേ. നമുക്കറിയാം, നമുക്കിപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഷോപ്പ് ചെയ്യാൻ പറ്റും. ഈ കൊറോണ കോവിഡ് സിറ്റുവേഷൻസ് ഒക്കെ ആയ സമയത്ത് കൂടുതൽ ആളുകളും ഓപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതും എന്താണ്, ഈ ഒരു ഫെസിലിറ്റി ആയിരുന്നു. That means they can place their order through internet, pay with the help of debit or credit card and the product are delivered at their homes only. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിന് ഇൻ്റർനെറ്റ് ത്രൂ അല്ലേ, ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ്സ് നടത്തിയിട്ട് എന്ത് ചെയ്യാം, പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാം. പിന്നെ പ്രോഡക്ട്സ് നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്ത് തരികയും ചെയ്യും, ഡെലിവർ ചെയ്ത് തരികയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, സ്നാപ്ഡീൽ, alibaba.com ഇങ്ങനെ ഒരുപാട് ഇ ടൈലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇ ടൈലേഴ്സ്. ഓക്കെ, ഇലക്ട്രോണിക് റീറ്റെയിലേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഡോളർ സ്റ്റോഴ്സ്.
എന്താണ് ഡോളർ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ? ഡോളർ സ്റ്റോഴ്സ് ഓഫർ സെലക്ടഡ് പ്രോഡക്റ്റ് അറ്റ് എക്സ്ട്രീംലി ലോ റേറ്റ് ബട്ട് ഹിയർ ദ പ്രൈസ് ആർ ഫിക്സ്ഡ്. നമ്മൾ പല കടകളിലും കാണാൻ പറ്റുന്നതാണ് അല്ലേ? നമ്മുടെ നാടുകളിൽ തന്നെ നമുക്ക് ലൊക്കാലിറ്റിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെയുള്ള ഡോളർ സ്റ്റോഴ്സ്. എന്താണ് ഈ ഡോളർ സ്റ്റോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വളരെ ഒരു ലോ റേറ്റിനാണ് എന്ത് ചെയ്യുന്നത്, ഇവരിവിടെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആക്കുന്നത് അല്ലേ? ഇപ്പോൾ നമുക്ക് കാണാം ₹99 ഓൺലി, ഏതെടുത്താലും 99 ആണ്, അല്ലെങ്കിൽ 199 എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇതാണ് ഡോളർ സ്റ്റോഴ്സ്. അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്. അടുത്തതായി മാർക്കറ്റിങ്ങിലുള്ള എമർജിംഗ് ട്രെൻഡ്സ് അല്ലെ, പുതുതായി വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. എന്താണ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്? എല്ലാവർക്കും അറിയാം എന്താണ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. So it is the process of promoting a business or brand and its product or service over the internet. അല്ലെ, ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഗുഡ്സ് അല്ലെങ്കിൽ ബ്രാൻഡ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും എന്താണ്, പല സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ, ഇതെല്ലാം എന്താണ് മെയിൻലി ഇൻ്റർനെറ്റിൽ കൂടെയാണ് ചെയ്യുന്നത്. ആൻഡ് സം ഓഫ് ദ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ടൈപ്സ് ഓഫ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആർ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെ, പലതരത്തിൽ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഏതൊക്കെയാണ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ഡയറക്ട്ലി മാർക്കറ്റിംഗ് എ കൊമേഴ്ഷ്യൽ മെസ്സേജ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ യൂസിങ് ഇലക്ട്രോണിക് മെയിൽ. അപ്പോൾ ഒരു ഇമെയിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ മെസ്സേജസ് അവരുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇമെയിൽ ത്രൂ ആണ് ചെയ്യുന്നത് അല്ലേ? ഇമെയിൽസ് സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആളുകളുടെ ഇമെയിൽസിലേക്ക് അവർക്ക് മെയിൽ അയക്കുന്നു, മെയിൽ ഐ ഡിയിലേക്ക് അവർക്ക് മെയിൽ അയക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഇമെയിൽ മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമലി എന്താണ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് തന്നെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ്ലി കമ്പനീസ് എന്ത് ചെയ്യുകയാണ്, അവരുടെ കസ്റ്റമേഴ്സിലേക്ക്, പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മെയിൽസ് അയക്കുന്നു. ദെൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. In this type of internet marketing, there are generally 3 main parties involved. ഇപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ 3 പാർട്ടീസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുക. ഓണർ ഓഫ് ദ പ്രോഡക്റ്റ്, ദ അഫിലിയേറ്റ് മാർക്കറ്റർ ആൻഡ് ദ കൺസ്യൂമർ ഓഫ് ദ പ്രോഡക്റ്റ്. ഓണർ, അതുപോലെ ഒരു അഫിലിയേറ്റ് മാർക്കറ്ററും പിന്നെ ഒരു കൺസ്യൂമറും ഉണ്ടാവും. അപ്പോൾ ഇത് അഫിലിയേറ്റ് മാർക്കറ്റർ സെലക്ട് എ പ്രോഡക്റ്റ് ആൻഡ് ദെൻ പ്രൊമോട്ട് ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് ഓണേഴ്സ്. അപ്പോൾ ഇവിടെ അഫിലിയേറ്റ് മാർക്കറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഓണറിൻ്റെ ബിഹാഫിൽ അല്ലെങ്കിൽ ഓണർക്ക് വേണ്ടിയിട്ട് ആ ഓണറിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റർ ആയിരിക്കും ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽസ് നടത്താനുള്ള ലിങ്ക് അവർക്ക് അവൈലബിൾ ആക്കുന്നതൊക്കെ ഈ അഫിലിയേറ്റ് മാർക്കറ്റർ ആയിരിക്കും. ഓക്കെ, സോ ദ കൺസ്യൂമർ ബൈസ് ദ പ്രോഡക്റ്റ് ത്രൂ ദ അഫിലിയേറ്റ്സ് ലിങ്ക് ആൻഡ് ഓൺ ഈച്ച് സച്ച് സെയിൽ ദ അഫിലിയേറ്റ് മാർക്കറ്റർ ഗെറ്റ്സ് എ പ്രീ ഡിറ്റർമൈൻഡ് പെർസെൻറ്റേജ് ആസ് കമ്മീഷൻ. ഇപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റർ ആണ് ഇവിടെ മിഡിൽമാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓണർക്ക് വേണ്ടി എല്ലാ സെയിൽസ് ആക്ടിവിറ്റീസും ചെയ്യുന്നത് അഫിലിയേറ്റ് മാർക്കറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റീസിന്, അതായത് ലിങ്ക് പ്രൊവൈഡ് ചെയ്യും, അതുമായി ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിന് നിന്ന് എന്ത് കിട്ടും, ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ. ഇപ്പോൾ ഈ ഒരു സെയിൽസ് നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് പെർസെൻറ്റേജ് കമ്മീഷൻ എന്നുള്ള പോലെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി വരുന്നതാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ്. എന്താണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് ആൻഡ് ഫ്രീലി ഷെയറിംഗ് ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആസ് എ മീൻസ് ഓഫ് കൺവേർട്ടിംഗ് പ്രോസ്പെക്ട്സ് ഇൻ ടു കസ്റ്റമേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ഇൻ ടു റിപ്പീറ്റ് ബയേഴ്സ്. ഇപ്പോൾ എന്താണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഇൻബൗണ്ട് മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ഓക്കെ, അത് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുകയാണ്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. അങ്ങനെ കസ്റ്റമേഴ്സിനെ ഒരു പർട്ടിക്കുലർ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിലേക്ക് അവരെ കൊണ്ടുവരിക. ഓക്കെ, അതാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾ മുൻപേ കാണുന്നത് പല മാർക്കറ്റിംഗ് ടെക്നിക്സും ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആയിരുന്നു. ലൈക്ക് മാഗസിൻ അഡ്വർടൈസ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് മെയിൽസ്, അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, ഇതൊക്കെ വളരെ പാസീവായിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് പറയാം ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആയിരുന്നു. നേരെ മറിച്ച് ഇൻബൗണ്ട് മാർക്കറ്റിങ്ങിൽ അവരെന്താണ് ചെയ്യുന്നത്, ഒരു ഇൻട്രാക്റ്റീവ് വേയിൽ പല സോഷ്യൽ മീഡിയാസ് ത്രൂ അല്ലെങ്കിൽ ബ്ലോഗ്സ് ത്രൂ എന്താണ്, അതായത് സ്പെസിഫിക് കൺസ്യൂമേഴ്സിനെ എയിം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു,
അവർ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇൻബൗണ്ട് മാർക്കറ്റിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സിനെ കമ്പനിയിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് പോസിബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിനെ എന്താക്കുകയാണ്, ലോയൽ കസ്റ്റമേഴ്സ് ആക്കി അവരെ റിപ്പീറ്റ് ബയേഴ്സ് ആക്കി മാറ്റുന്ന ടെക്നിക്കാണ് ഇൻബൗണ്ട് മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ട്രാഫിക് ഓർ അറ്റൻഷൻ ത്രൂ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റേഴ്സ് എക്സെട്ര. പല സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ കൂടി എന്ത് ചെയ്യുകയാണ്, കസ്റ്റമേഴ്സിനെ അല്ലെ അവരുടെ ട്രാഫിക് അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിലും ട്വിറ്റേഴ്സിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നമ്മൾ കാണാറുണ്ട് പല പ്രോഡക്റ്റുകളുടെയും എന്താണ് അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ വരുന്ന രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. Social media marketing include first one COBRAs, that means consumers online brand related activities. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നടക്കുന്ന എന്താണ്, ഒരു ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൺസ്യൂമേഴ്സിനെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ബയേഴ്സാക്കി മാറ്റുന്നതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ കോബ്രാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ് മീൻസ് ഇറ്റ്സ് എ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് റിലേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമേഴ്സ് ബിഹേവിയറൽ എൻഗേജ്മെൻറ്റ്. ബിഹേവിയറൽ എൻഗേജ്മെൻറ്റ് മനസ്സിലാക്കുന്ന ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കാണ് ഈ കോബ്രാസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് സോഷ്യൽ മീഡിയ ത്രൂ എന്ത് ചെയ്യുകയാണ്, കസ്റ്റമേഴ്സ് അവർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണെങ്കിൽ അവർ തന്നെ എന്ത് ചെയ്യുന്നു, അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതി, അതാണ് കോബ്രാസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം, ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് അപ്ലോഡിങ് പിക്ചേഴ്സ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ഫേസ്ബുക്ക്. അതായത് ഒരു പർട്ടിക്കുലർ കൺസ്യൂമർ എന്ത് ചെയ്തു, അയാളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് പർച്ചേസ് നടത്തി അയാൾ തന്നെ എന്ത് ചെയ്യുകയാണ്, ആ കൺസ്യൂമർ തന്നെ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പിക്ചറും കാര്യങ്ങളുമൊക്കെ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കൺസ്യൂമറിൻ്റെ ഓൺലൈൻ ബ്രാൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല പ്ലാറ്റ്ഫോംസിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും കാണാറുണ്ട് അല്ലേ. കോബ്രാസ് ആണ് കോബ്രാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇലക്ട്രോണിക് വേർഡ് ഓഫ് മൗത്ത്, ഇതും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി കാണാറുണ്ട്. അതായത് ഇലക്ട്രോണിക് വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷൻ, ഇനി പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് made by potential, actual or former customers about a product or company which is made available to multiples of people and or institution and spread over the internet. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷൻ അല്ലെ, പല ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോംസിൽ കൂടെ പല സോഷ്യൽ മീഡിയാസിൽ കൂടെ എന്ത് ചെയ്യും, ആക്ച്വൽ ബയേഴ്സ് അല്ലെങ്കിൽ ഫോമർ കസ്റ്റമേഴ്സ് ഒക്കെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മറ്റുള്ളവരിലേക്ക് ഇൻ്റർനെറ്റ് വഴി സ്പ്രെഡ് ചെയ്യും അല്ലേ, പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്ട്രോണിക് വേർഡ് ഓഫ് മൗത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് ഈസ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഫോമാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, പ്രൊമോഷൻ ഓഫ് വെബ്സൈറ്റ് ബൈ ഇൻക്രീസിംഗ് ദർ വിസിബിലിറ്റി ഇൻ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് ത്രൂ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ സെർച്ച് എഞ്ചിൻസ് ആണ് മാർക്കറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെബ്സൈറ്റുകളുടെ വിസിബിലിറ്റി അല്ലെ, സെർച്ച് എഞ്ചിനിൽ ഒരു പർട്ടിക്കുലർ യൂസർ സെർച്ച് ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയെ എന്ത് ചെയ്യുക, മോസ്റ്റ് വിസിബിൾ ആയിട്ട് കാണിക്കുക. സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ഫസ്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്തുകൊണ്ട് അല്ലേ. നമ്മളെപ്പോഴും സെർച്ച് എഞ്ചിൻ നമുക്കറിയാം, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എന്താണ് നോർമലി നമ്മൾ സെർച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം വന്ന ഐറ്റമാണ് നമ്മൾ മോസ്റ്റ്ലി ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക അല്ലേ. ഒരു ആവറേജ് കസ്റ്റമർ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വഴി എന്ത് ചെയ്യുകയാണ്, വെബ്സൈറ്റിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലേ. സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനെ മോസ്റ്റ്ലി വിസിബിൾ ആക്കുന്ന ഒരു രീതിയാണ് ത്രൂ പെയ്ഡ് പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് മോസ്റ്റ്ലി അവർ പെയ്ഡ് പ്ലേസ്മെൻറ്റിൽ കൂടെ ആയിരിക്കും ചെയ്യുന്നത്, പേയ്മെൻറ്റ്സ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി കൂട്ടുന്നത്. അപ്പോൾ ഈ അതിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റി കൂട്ടിക്കൊണ്ട് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റി കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുവാണ്, മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്. ദ നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി ഫോളോഡ് ബൈ കമ്പനി ഇൻ വിച്ച് കമ്പനി ഡയറക്ട്ലി റീച്ച് ഔട്ട് ദ ടാർഗറ്റ് മാർക്കറ്റ് യൂസിങ് ഡിഫറെൻറ്റ് ചാനൽസ് സച്ച് ആസ് ഇമെയിൽസ്, ഫോൺസ് ആൻഡ് ഇൻ പേഴ്സൺ. അപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, കമ്പനീസ് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നു അല്ലേ.
അപ്പോൾ കുറച്ചും കൂടെ എന്തായിരിക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചെയ്യാം? ഫോൺ കോൾസ് ത്രൂ, അല്ലെങ്കിൽ ഇമെയിൽസ് ത്രൂ, അല്ലെങ്കിൽ ആൻഡ് ഇൻ പേഴ്സണലി കസ്റ്റമേഴ്സിനെ വിസിറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതും കമ്പനീസ് ഇപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ദെൻ നെക്സ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിംഗും ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗും എന്താണ് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ്, ആക്ച്വലി ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് യൂസിങ് ഡിജിറ്റൽ ടെക്നോളജീസ്. ഏത് ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടും പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ അത് ഇൻ്റർനെറ്റ് ആവാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്ലേ വെച്ചിട്ടുള്ള അഡ്വർടൈസിങ്സ് ആവാം, അല്ലേ, ഓർ എനി അതർ ഡിജിറ്റൽ മീഡിയം, നമ്മുടെ ടെലിവിഷൻ ഒക്കെ അതിൽ വരാം. അപ്പോൾ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഒരു പാർട്ടാണ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏത് ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിങ്ങിനെയും നമുക്ക് എന്ത് പറയാം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. അടുത്തതായി ഗ്രീൻ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. According to American Marketing Association, green marketing is the marketing of products that are presumed to be environmentally safe. അപ്പോൾ എന്താണ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻവയോൺമെൻ്റലി സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ മാർക്കറ്റിങ്ങിനെയാണ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ എൻവയോൺമെൻ്റലി സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, അതായത് എൻവയോൺമെൻറ്റിന് ഹസാഡസ് ആയിട്ടുള്ള രീതിയിലുള്ള യാതൊരു പ്രോഡക്റ്റുകളും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലോ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഗ്രീൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രീൻ പ്രോഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ മാർക്കറ്റിങ്ങിനെ മറ്റു പേരുകളിൽ വിളിക്കുന്നത് എൻവയോൺമെൻറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ മാർക്കറ്റിംഗ് എന്നാണ്. ആൻഡ് ദ പ്രോഡക്റ്റ് ദോസ് ആർ മാനുഫാക്ചർഡ് ത്രൂ ഗ്രീൻ ടെക്നോളജി ആൻഡ് ദാറ്റ് കോസ്ഡ് നോ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ആർ കോൾഡ് ഗ്രീൻ പ്രോഡക്റ്റ്. എന്താണ് ഗ്രീൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? ഗ്രീൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഹസാർഡ്സും ക്രിയേറ്റ് ചെയ്യാത്ത പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് ഗ്രീൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ മാനുഫാക്ചർ ചെയ്യുന്നത് ഗ്രീൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അതായത് എൻവയോൺമെൻറ്റിൽ ഹസാർഡസ് ആയിട്ടുള്ള രീതിയിലൊന്നും തന്നെ അവർ ചെയ്യുന്നില്ല, ടെക്നോളജിയിലോ അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷനിലോ കാര്യങ്ങളിലോ ഒന്നും. അപ്പോൾ ഒരു രീതിയിലും എൻവയോൺമെൻറ്റിന് ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ മാനുഫാക്ചർ ചെയ്യുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻ്റലി സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഗ്രീൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രീൻ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് ആണ് എന്താ ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊമോഷൻ ഓഫ് ഗ്രീൻ ടെക്നോളജി ആൻഡ് ഗ്രീൻ പ്രോഡക്റ്റ് ഈസ് നെസസറി ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രീൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ കൺസേർവ് ചെയ്യാനും, അല്ലേ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ, അല്ലെ, എൻവയോൺമെൻറ്റിൽ ഹാംഫുൾ ആയിട്ടൊന്നും വരാതിരിക്കാനും ഒക്കെ ഈ ഗ്രീൻ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷൻ വളരെ അത്യാവശ്യമാണ്, അല്ലെ. നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്താ ഈ ഗ്രീൻ പ്രോഡക്റ്റ്. ഓക്കെ, ഈ ഗ്രീൻ മാർക്കറ്റിംഗ് പല ചലഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഗ്രീൻ മാർക്കറ്റിംഗ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് എ നീഡ് ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. ഗ്രീൻ മാർക്കറ്റിംഗിൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വി ക്യാൻ സേ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വേണം ഈ ഒരു ഗ്രീൻ പ്രോഡക്റ്റിനൊക്കെ, അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ പറ്റണം. സോ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൺട്രോൾ ബോർഡിൻ്റെ ഒക്കെ ആവശ്യം എവിടെയുണ്ട്? ഈ ഒരു ഗ്രീൻ മാർക്കറ്റിങ്ങിലുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ, അല്ലെ, ഗ്രീൻ പ്രോഡക്റ്റിന് പല സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അവിടെ നീഡ് സ്റ്റാൻഡേർഡൈസേഷന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്. മറ്റൊരു ചലഞ്ച് ഗ്രീൻ മാർക്കറ്റിംഗ് ഫേസ് ചെയ്യുന്നത് എന്താണ്? ഇത് പുതിയൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പല കൺസ്യൂമേഴ്സിനും ഈ ഗ്രീൻ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അത്ര അവയർനെസ് ഇല്ല. അപ്പോൾ ഇതും ഗ്രീൻ മാർക്കറ്റിംഗ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഇതിനടുത്തത് പേഷ്യൻസ് ആൻഡ് പെർസിവാരൻസ്. ഈ ഒരു ഗ്രീൻ മാർക്കറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? മാർക്കറ്റേഴ്സിന് ഒരു ലോങ് ടേമിലാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക. വി ക്യാൻ സേ ഇറ്റ്സ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് റിസൾട്ട്. ദേ കനോട്ട് ഗെറ്റ് ആൻ ഇമ്മീഡിയറ്റ് റിസൾട്ട് ഫ്രം ദിസ് ഗ്രീൻ പ്രോഡക്റ്റ് ഓർ ഗ്രീൻ മാർക്കറ്റിംഗ്. അല്ലെ, അവർക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ ഇതിനെപ്പോഴും ഒരു ഗ്രീൻ മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു മാർക്കറ്റർക്ക് എപ്പോഴും വളരെ പേഷ്യൻസും അതുപോലെ തന്നെ ഒരു പെർസിവാരൻസും അവർക്ക് ഉണ്ടായിരിക്കണം, അല്ലെ, വളരെ ക്ഷമ വേണം. അതുപോലെ തന്നെ എന്താണ് അവർക്ക് വീണ്ടും എന്താണ് ഒരു സ്ഥിരോത്സാഹം ഒക്കെ ആവശ്യമാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതും ഒരു ചലഞ്ചാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് അവോയ്ഡിങ് ഗ്രീൻ മയോപ്പിയ. എന്താണ് ഗ്രീൻ മയോപ്പിയ എന്ന് പറയുന്നത്? വി ക്യാൻ സേ ഗ്രീൻ മയോപ്പിയ മീൻസ് നോർമലി ഒരു ഗ്രീൻ മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്?
അവിടെ എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അതോടൊപ്പം തന്നെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനും അറ്റൈൻ ചെയ്യുക. അല്ലെ, അവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുകയാണ്, ഗ്രീൻ മയോപ്പിയ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ബട്ട് ദേ ഡസ് നോട്ട് അറ്റൈൻ ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അല്ലേ, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അതോടൊപ്പം അവിടെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഗ്രീൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് കസ്റ്റമേഴ്സിന് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ മാത്രമാണ് അതിന് എന്ത് കിട്ടുന്നുള്ളൂ, പ്രോഡക്റ്റിനൊരു ഡിമാൻഡ് ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, ഗ്രീൻ മയോപ്പിയ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഈ ഗ്രീൻ മാർക്കറ്റിംഗ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അപ്പോൾ ഈ ഗ്രീൻ മയോപ്പിയ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. സോ ദിസ് ആർ ദ ചലഞ്ചസ് ഇൻ ഗ്രീൻ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതാണ് ഗ്രീൻ മാർക്കറ്റിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ റീറ്റെയിൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ റീറ്റെയിൽ മാർക്കറ്റിംഗുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, അതോടൊപ്പം തന്നെ മറ്റൊരു ടോപ്പിക്കായ എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അനലൈസ് ചെയ്യാം. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സ്റ്റോർ റീറ്റെയിലേഴ്സ് large, low cost, low margin, high volume self-service store attributes are designed to meet total needs for food and household product? ഇതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സൂപ്പർ മാർക്കറ്റ്, സൂപ്പർ സ്റ്റോർ, ഡിസ്കൗണ്ട് സ്റ്റോർ ആൻഡ് കൺവീനിയൻസ് സ്റ്റോർ. ഓപ്ഷൻ എ സൂപ്പർ മാർക്കറ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരിയായ ആൻസർ. Thank you learners. See you in another class.